ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കാപ്സ് എടുക്കണം, കാപ്സ് എടുത്തേ പറ്റൂ, കാപ്സ് എടുത്തിട്ടില്ലെങ്കിൽ ആ ബീഫ് കഴിക്കുന്ന ചെക്കന്മാരില്ലേ അവരെ പോലെ ആയിപ്പോകും. ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമാണ് കാപ്സിന് എഗൻസ്റ്റ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്തിനാ പ്രത്യേക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്? K11 യൂണിവേഴ്സിറ്റി. ഞാൻ K11 സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടോ, നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരെ ആരൊക്കെ അറിയും? ഈ കാലോറി ബേസ്ഡ് ആയിട്ട് ആൾക്കാർ കാപ്സ് സോ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം ഇവരെന്താ പറയുന്നത് നിങ്ങളോട്. ഇവർ പറയും കാപ്സ് എടുക്കരുത്, കാപ്സ് എടുക്കാൻ പാടില്ല, ഫാറ്റും പ്രോട്ടീനും മാത്രം കഴിക്കണം, കാപ്സ് ആണ് നിങ്ങളുടെ ബോഡിയിൽ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാക്കുന്നത്. ഞാൻ നിങ്ങളോട് എന്താ പറയുക, കാപ്സ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റ് ആവുന്ന പറയും. എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ ഇങ്ങനെ പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഭക്ഷണം ഓരോരുത്തരുടെ ഇഷ്ടം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. നിങ്ങൾക്ക് കാലോറി ബേസ്ഡ് ആയിട്ടോ ഫാറ്റ് പ്രോട്ടീൻ ആയിട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അത് നമ്മുടെ സാഹചര്യം അനുസരിച്ചിരിക്കും. എല്ലാവർക്കും കാർണിവൽ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മുടെ അവൈലബിലിറ്റി, പിന്നെ ഒന്നാമത് നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങൾ, നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് മുമ്പ് വലിച്ചു വാരി കുറേ ഫ്രൂട്ട്സും കാപ്സും ഒക്കെ അടിച്ച് കയറ്റി നമുക്ക് ബോഡിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഹെൽത്ത് ഇഷ്യൂസ്, നമുക്കുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് കാപ്സ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫാറ്റ് പ്രോട്ടീൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മുടെ ഓരോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഇവർ നിങ്ങളോട് എന്താ പറയുക, ഇവർ പറയും കാപ്സ് സോ ഇമ്പോർട്ടൻ്റ് ആണ്, കാപ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ തരുന്ന ഭക്ഷണത്തിൽ ഡയറ്റ് എടുത്ത എല്ലാവരും ഡയറ്റ് എടുത്ത എല്ലാവരും ആയിരിക്കുമല്ലോ. എന്താ ചെയ്യുക സാധാരണ? നിങ്ങൾ പ്രോട്ടീൻ കൂട്ടിയിട്ട് ഫാറ്റ് കുറച്ചിട്ട് കാപ്സ് കുറച്ചിട്ടാണ് തരുമോ? അതിന് അപ്പുറത്തേക്കും ചോദ്യമൊന്നുമില്ലല്ലോ. ഇവർ പറയുന്നത് നിങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, എത്ര വേണം. ഇവർ പറയുന്നത് മാക്രോന്യൂട്രിയൻസിൽ കാപ്സ് സോ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്രോ എന്ന് പറഞ്ഞാൽ കാപ്സ് ഫാറ്റ് പ്രോട്ടീൻ സോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഫാറ്റിനെ തള്ളിക്കറയും. ഇവരെന്താ പറയുക, ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാറ്റും പ്രോട്ടീനും സോ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നിങ്ങൾക്ക് വയറ് നിറച്ച ഫാറ്റ് പ്രോട്ടീൻ തന്നിട്ട് നിങ്ങൾ മെലിയാൻ ശ്രമിക്കും, മെലിയും. ഓൾറെഡി ഇവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരു 90 കിലോ ഉള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞ കേരളത്തിൽ ആപ്പാട് എടുക്കുന്ന കലോറി നമുക്ക് അറിയാലോ, 1600 to 1800 കലോറിയാണ് നോർമലി കൊടുക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കമന്റ് ഒന്നല്ല 2500 കൊടുത്തിട്ട് ഞാൻ കലോറി വേണം ചെയ്തിട്ടുണ്ട്, വെയിറ്റ് കുറച്ചു. ഓക്കെ, 2500 വെച്ചു. നിങ്ങൾ 2500 കിലോയിൽ 90 കിലോ അതൊരു 88 കിലോ ആയി. 2500 കലോറിയല്ലോ കൊടുക്കുക, അല്ല കുറഞ്ഞു, ഒരു 2300 2100 കലോറി. ഓക്കെ, അപ്പം എന്താ ചെയ്യുക, നിങ്ങളുടെ പ്രോട്ടീൻ്റെ കണ്ടന്റ് നിങ്ങൾ വലിയ രീതിയിൽ കുറയ്ക്കുന്നില്ല, നിങ്ങളുടെ കാപ്സിൻ്റെ കണ്ടന്റ് വലിയ രീതിയിൽ കുറയ്ക്കും, പിന്നെയും കുറയും. അതൊന്നും ഒരു 78 ആയി, അപ്പോഴും പിന്നെ കലോറി കുറയ്ക്കും. നിങ്ങൾക്ക് ആ കലോറി 2300 കലോറി വെച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. വെയിറ്റ് കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ കലോറി ഇൻടേക്ക് ചെയ്യുന്ന കലോറി നിങ്ങൾ കുറച്ചാൽ പറ്റും അല്ലേ. അപ്പം 1700 കലോറി നിങ്ങൾ വീണ്ടും കുറച്ചു. അപ്പോഴും നിങ്ങളുടെ കാപ്സിന്റെ അളവ് നിങ്ങൾ കുറയ്ക്കുന്നത്. കാപ്സ് നമുക്ക് 4 കലോറി ഇടുന്നത്, പ്രോട്ടീൻ 4 കലോറി ഇടുന്നത്. എന്തുകൊണ്ടാണ് പ്രോട്ടീൻ കുറയ്ക്കില്ല? പ്രോട്ടീൻ സോ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരൊക്കെ അപ്പോഴും കുറയ്ക്കുന്നത് 4 കലോറി ആയിട്ട് കാപ്സാണ് ഇൻടേക്ക് ചെയ്യുന്നത്, കുറച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതൊന്നൊരു 78 നിങ്ങൾ 74 ആയി, അല്ലെ 84 ആയി, അല്ലെങ്കിൽ 82 ആയി, വീണ്ടും കുറച്ച് കലോറി. അത് 78 ആകുമ്പോൾ വീണ്ടും കുറച്ച് 1200 ആയി. നിങ്ങൾ 1200 കലോറി. ഇനി നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഫാറ്റ് കുറയ്ക്കണം, നിങ്ങളിത് കുറച്ചേ പറ്റൂ. അല്ലാതെ നിങ്ങൾ മെയിൻ്റെനൻസ് കലോറി കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോ, ഇപ്പോൾ നിങ്ങൾ മെയിൻ്റെനൻസ് കലോറിയിലെത്തി, നിങ്ങൾക്ക് പയ്യെ ഒരു 300 ഗ്രാം 400 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം കലോറി വീണ്ടും കൂട്ടി കഴിക്കുക. കുറച്ച് കൂടുതൽ കഴിച്ചാൽ ഞാൻ എന്തായി, അത് നിങ്ങൾ വീണ്ടും ഫാറ്റ് കൂടിയും നിങ്ങളുടെ ബോഡി ഫാറ്റായി കൺവേർട്ട് ചെയ്യും ഇല്ലേ. നിങ്ങൾ കൂടുതൽ കാപ്സ് എടുത്താൽ ബോഡി ഫാറ്റായി കൺവേർട്ട് ചെയ്യും. ഇവർ മാക്സിമം കാപ്സ് കുറച്ച്, നിങ്ങൾക്ക് കാപ്സ് സോ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ആൾക്കാർ കാപ്സ് മാക്സിമം കുറച്ച് അവസാനം ഒന്നും ഇല്ലാതെയാക്കിയിട്ട് നിങ്ങളോട് പറയും ഇതാണ്. എന്നിട്ട് നിങ്ങളെ കൊണ്ട് ഒന്നും തിന്നാനൊന്നും സമ്മതിക്കില്ല. അവർ ഫാറ്റും പ്രോട്ടീനും സോ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ആൾക്കാർ, നിങ്ങൾ വയറ് നിറച്ച് ഫാറ്റും പ്രോട്ടീനും കഴിച്ചോ, എന്നിട്ട് നിങ്ങൾക്ക് മെലിയാം അല്ലെങ്കിൽ ഫിറ്റ് ആയിരിക്കാന്നാണ് പറയുന്നത്. അപ്പം നോർമലി പേഴ്സൺ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി എന്താണ് ഇവർ പറയുന്നത്. അതൊക്കെ പോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഒരു ചലഞ്ച് ചെയ്യാം. ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ നിങ്ങൾ ചലഞ്ച് ചെയ്തു, ഒരുത്തman ചലഞ്ച് വെയിറ്റ് വെല്ലുവിളിച്ചിട്ട് അപ്പം തന്നെ കമന്റ് ഓടി. നിങ്ങൾ പറയുന്ന പോലെ ഫുഡ് കഴിക്കും. നിങ്ങൾ പുട്ടും കടലും കഴിക്കണോ, എണ്ണ പൊരിക്കണ്ട, നിങ്ങൾ പറയുന്നത് രാവിലെ കഴിക്കുക. എനിക്ക് വിശക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ഇപ്പോൾ പുട്ടും കടലും കഴിക്കുക. ഒറ്റ കണ്ടീഷനുള്ളൂ, എൻ്റെ വയറ് നിറച്ചാൽ ഭക്ഷണം കഴിക്കും. നിങ്ങൾ അത് ഏറ്റെടുക്കാനാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്ത് നിങ്ങൾ പറയുന്ന പോലെ ഫുഡ് കഴിക്കാം. ഇപ്പോൾ 10 മണിക്ക് ഞാൻ പുട്ടും കടൽ. ഇപ്പോൾ 2 പുട്ടാണെങ്കിൽ എനിക്ക് എപ്പോഴും വയറ് അറിയുന്നത് 3 പുട്ടാണ് 4 പുട്ടാണെങ്കിൽ ഞാൻ കഴിക്കും. ഉച്ചയ്ക്കാണ് അതേപോലെ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം, വയററച്ച് ചോറ് കഴിച്ചാൽ കഴിക്കും. നിങ്ങൾക്ക് കാപ്സ് വയററച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇതാണ് ഞാനും പറയുന്നത്. കാപ്സ് എന്ന സാധനം നിങ്ങൾക്ക് 2 ചപ്പാത്തി കഴിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ 3 ചപ്പാത്തി കഴിച്ചാൽ 3ാമത്തെ ചപ്പാത്തി ട്രൈഗ്ലിസറോയിഡ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തു. സത്യം ഇതാണ്. ഈ കാപ്സ് ആണ് നിങ്ങളുടെ ബോഡി ഫാറ്റ് ആക്കുന്നത്. അവരത് ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞ് ഇവരെ നൈസായിട്ട് നിങ്ങളെ തള്ളിവിട്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ കേട്ടപ്പോഴാണ് ഞാനൊരു പണ്ടത്തെ ഒരു കഥ പറഞ്ഞു. പണ്ടൊരു രാജാവിന് ഭയങ്കര മാരകമായിട്ട് സുഖേട് വന്ന് കിടക്കുക. അപ്പോൾ രാജാവ് മന്ത്രിയോട് പറഞ്ഞു ഏതെങ്കിലും ഒരു മഹർഷിനെ വിളിച്ചു പോകാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മഹർഷി വന്നു. ഫസ്റ്റ് മഹർഷി എന്നിട്ട് പറഞ്ഞു നോക്കി ചെക്ക് ചെയ്ത് മഹർഷി പറഞ്ഞു, ഇല്ല രാജാവേ, നിങ്ങൾ ഒരു 6 മാസം കൂടി ജീവിച്ചിരിക്കുള്ളൂ, 6 മാസം കഴിഞ്ഞ് മരിക്കും. ഉടനടി എന്ത് ചെയ്തു, മഹർഷിനെ എടുത്ത് തലവെട്ടി. രാജാവ് തലവെട്ടാൻ പറഞ്ഞു, തലവെട്ടി. കുറച്ച് കഴിഞ്ഞ് അടുത്ത മഹർഷി വന്നിട്ട് പറഞ്ഞു, രാജാവ് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂത്ത പുത്രൻ എന്താവും, രാജാവും. രണ്ടാളും പറഞ്ഞ സെയിം ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ രാജാവ് മരിക്കും. അതാണ് നിങ്ങൾ മാക്സിമം കാപ്സ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഫിറ്റ് ആയിരിക്കും. ഇവർ ഡയറക്റ്റ് അത് പറഞ്ഞു കാപ്സ് വേണ്ട, ദാറ്റ്സ് ഇറ്റ്.